ബി.ജെ.പി. വിട്ടതിന് പിന്നാലെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കെ അണ്ണാമലൈ. തമിഴ്നാടിനെ കുറിച്ച് ബി.ജെ.പിക്കുള്ള കാഴ്ചപ്പാടിനോട് തനിക്ക് യോജിപ്പില്ലെന്ന് അണ്ണാമലൈ പറഞ്ഞു. താൻ പെരുമയുള്ള ഇന്ത്യക്കാരനാണ്, പാരമ്പര്യം കൊണ്ട് തമിഴനാണ്, തമിഴ്നാടിന്റെ അടയാളവുമായിട്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വർഷത്തിലധികമായിട്ട് പാർട്ടി വിടുന്നതിനെ കുറിച്ച് നേതാക്കളോട് പറയുന്നു. ദേശീയ പാർട്ടികൾ തമിഴ്നാടിനെ മനസ്സിലാക്കുന്ന ഭാഷ സംസാരിച്ചില്ല. താൻ ഏറെ പരിശ്രമിച്ചു. പല തടസ്സങ്ങൾക്കിടയിലും കുറച്ചൊക്കെ ജയിക്കാനായി 18 മാസക്കാലമായിട്ട് ഭിന്ന അഭിപ്രായങ്ങൾ തുടരുകയായിരുന്നു എന്നും അണ്ണാമലൈ പറഞ്ഞു. ബി.ജെ.പിയിൽ പ്രവർത്തിച്ച 6 വർഷം ഒരു സുപ്രധാന അവസരമായും പഠനഭാഗവുമായിട്ട് കണക്കാക്കുന്നു. ലക്ഷ്യങ്ങൾ ഇപ്പോൾ വലുതാണ്. യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ആവശ്യകതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ അണ്ണാമലൈ പാർട്ടി വളർത്താൻ സമയം വേണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം അണ്ണാമലൈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അനുനയ നീക്കത്തിന് വിയോജിച്ചിരുന്നില്ല. 5 പേജുള്ള രാജിക്കത്താണ് അണ്ണാമലൈ നേതൃത്വത്തിന് കൈമാറിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും അവഗണന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു രാജിക്കത്ത്. രാജ്യസഭാ സീറ്റ് അടക്കം അണ്ണാമലൈക്ക് നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ ദീർഘകാല അധ്യക്ഷനായിട്ട് നിയമിക്കണമെന്നും ചുരുങ്ങിയത് 7 വർഷം തുടർച്ചയായിട്ട് അധികാരം നൽകണമെന്നുമായിരുന്നു അണ്ണാമലൈയുടെ ആവശ്യം. മക്കൾ ശക്തി എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കാനാണ് നിലവിൽ അണ്ണാമലൈയുടെ നീക്കം. തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ അണ്ണാമലൈ അനുകൂലിച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അണ്ണാമലയ്ക്കൊപ്പം വലിയൊരു വിഭാഗം പാർട്ടി വിട്ടേക്കുമെന്നാണ് വിവരം.